ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ, യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം ഒരു ഗ്ലോബൽ വൈറലായിട്ട് മാറിയിരിക്കുകയാണ്. ഗ്ലോബലായിട്ടുള്ള എല്ലാ പത്രങ്ങളുടെയും മേജർ ഹെഡ്ലൈൻസ്, വെബ്സൈറ്റ് ആണെങ്കിൽ എല്ലാം ഇത് തന്നെയാണ്. എന്താണ് നെതന്യാഹു യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ പറഞ്ഞത്? കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുമായിട്ട് വാർ നടക്കുന്നു, ഹമാസിൻ്റെ ഇഷ്യൂണ്, ഒരു ഭാഗത്ത് ഹൂത്തികൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ലോക ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടങ്ങ് തിരിച്ചു, ഉക്രൈനേക്കാളും വളരെയധികം കൂടുതലായിട്ട്. കാരണം നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുമ്പ് ലെബനീസ് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചു, കെയർടേക്കറാണ്. അതേപോലെ പാലസ്റ്റീൻ അവിടുത്തെ പ്രസിഡന്റ് അവിടെ പ്രസംഗിക്കുന്നു. ഖത്തറിൻ്റെ രാജാവ്, അത് കിങ്, പുള്ളി പ്രസംഗിക്കുന്നു. അങ്ങനെ മറ്റ് പലരും എല്ലാം പ്രസംഗിച്ച് എല്ലാവരും ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ കയറി അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കാൻ, അയാൾ പ്രസംഗിക്കുന്നു. നിങ്ങൾക്കറിയാം ജോ ബൈഡൻ പ്രസംഗിച്ചത്. അപ്പം എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന് കൊടുത്ത ഒരു മെസ്സേജ്? വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഇറാന് വലിയ താക്കീത് കൊടുത്തു. നീ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ നിന്നെ തരിപ്പണമാക്കും എന്ന വാക്ക്, ആ തരിപ്പണ വാക്ക് ഉപയോഗിച്ചില്ല, കയറി അടിക്കും എന്ന് തന്നെ പറഞ്ഞു. വളരെ ക്ലിയറാണ്. അപ്പം അത് ചേർത്ത് വായിക്കുന്നവർക്ക് മറ്റ് പലതും പിടികിട്ടും. അതായത് ലെബനൻ്റെ ഇപ്പോഴത്തെ ഹിസ്ബുള്ളയെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ഇസ്രായേൽ കയറി അടിക്കും. അത് അയാൾ വാൺ ചെയ്തു. അവിടെയുള്ള മറ്റു പലരോടും പറഞ്ഞു, ഇത് ഇറാനിയൻ പ്രസിഡന്റിനോട് കൊടുത്തേര്. കാരണം അയാളോട്ട് പരിചയമുള്ള പലരോടും പറഞ്ഞു, ഞങ്ങൾ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി കയറി അറ്റാക്ക് ചെയ്യും. ഒരു കാരണവശാലും ഇറാനിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം നേരത്തെ ടോക്സും റിപ്പോർട്ട്സൊക്കെ വന്നു. അതായത് ഇറാൻ്റെ പ്രസിഡന്റ് റഷ്യയിൽ പോയിട്ട് അവിടുന്ന് വെപ്പൺസ് മേടിച്ച് ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടുവരാനുള്ള പരിപാടിയൊക്കെ ഇട്ടു. ഇതാണ് സംഭവം. കണ്ടോണം അടുത്തത് ഇറാൻ്റെ മേളിൽ ഒരു ഫുൾ ഫ്ലഡ്ജായിട്ട് അടി നടക്കും. പക്ഷേ ഇറാൻ പേടിച്ചു, ലിറ്ററലി പേടിച്ചു പോയി. കാരണം ഹിസ്ബുള്ളയുടെ അറ്റാക്കും ബെയ്റൂട്ട് അറ്റാക്കും 6 മണിക്കൂർ കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ വെടിതീർത്ത് കൈ കൊടുത്തത്. കാരണം അവരുടെ ഫെസിലിറ്റീസും സ്റ്റോക്ക് പൈൽസും വാർഹെഡിൻ്റെ വെയർഹൗസും എല്ലാം അടിച്ച് ദൂരെ കളഞ്ഞു. അവസാനം നസറുള്ളയും പടവായി. ഈ ഇറാൻ ലിറ്ററലി ഭയന്നിരിക്കുകയാണ്, ഈ പാട്ട സാധനം കൊണ്ട് എന്ത് ചെയ്യും. ഇനി മറ്റൊരു താക്കീത് പറഞ്ഞു, അറബ് രാജ്യങ്ങളോടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് സമാധാനമായിട്ട് കഴിയണം. നിങ്ങൾ പലരും ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷനെ അവർക്ക് ഫണ്ട് കൊടുത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറില്ല, ഞങ്ങൾ നിന്റെ പുറകിലുണ്ട്. ഇതും കൂടെ ഒരു വാണിംഗാണ്. അത് ഇൻക്ലൂഡിങ് ഖത്തറിനും കൂടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഖത്തറാണ് പല രീതിയിലുള്ള ഫണ്ട് കൊടുത്തിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻ അവിടെ ആശുപത്രി പണിയുന്നു, ബോംബ് മേടിക്കാൻ പണം. അത് ഖത്തറിന് ഡയറക്റ്റ് വാണിംഗ് ആണ്. പിന്നീട് വാൺ ചെയ്തിരിക്കുന്നത് ടർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാനാണ് വാൺ ചെയ്തിരിക്കുന്നത്. കാരണം ഉർദുഗാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, അവർ കയറി ഇടപെടും, അടിക്കും, പിടിക്കും, തൊഴിക്കും എന്നൊക്കെ കയറി പറഞ്ഞു. അതായത് ഉർദുഗാന് ഡയറക്റ്റ് വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കളി ഇങ്ങോട്ട് വേണ്ട എന്ന് ഉർദുഗാൻ വാണിംഗ് കൊടുത്തു. കാരണം ഉർദുഗാൻ ഈ ഹമാസിൻ്റെ ഏകദേശം 1800ഓളം ഈ ടെററിസ്റ്റുകൾ ഇഞ്ചുവേർഡായിട്ട് ഇസ്താംബുളിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ചില സ്പൈസിനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വാണിംഗ് ആണ് ഉർദുഗാനും കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ് അദ്ദേഹം പറഞ്ഞത്? അവർ ഒരു കാരണവശാലും ഒരു രാജ്യത്തും എവിടെയും കയറി പ്രശ്നമോ വഴക്കോ ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ പല ആവർത്തി ഈ ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും പല പ്രൈം മിനിസ്റ്റേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട്. ഹമാസിനോടും പറയുന്നുണ്ട്, വെസ്റ്റ് ബാങ്കിലുള്ളവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആയുധം താഴെ വെക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ആ രാജ്യത്തിലെ സിറ്റിസൺഷിപ്പ് ആക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കും. ഇത് പറയുന്നുണ്ട്. പക്ഷെ അവർ നേരത്തെ ഓസ്ലോ കരാറിൻ്റെ ഇഷ്യൂവിൻ്റെ പേരിൽ അവർ നേരത്തെ ഇത് റിജക്റ്റ് ചെയ്യും. കാരണം സെയിം ആയിട്ട് ജൂയിഷിനെ പോലെ ഒരു സിറ്റിസൺഷിപ്പിൻ്റെ രീതിയിലോട്ട് ഇവർക്ക് കൊടുക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും സ്വകാര്യ സംഭാഷണത്തിൽ
പല രാജ്യങ്ങളിലെ പ്രതിനിധികളോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ഇപ്പോൾ വൈറലാകുകയാണ്. അതായത് പറഞ്ഞു വരുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ലോക രാജ്യങ്ങളോടും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളോടും ഇസ്രായേലുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളോടും പ്രത്യേകിച്ച് ഇറാനോടും കൃത്യമായ വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള അഡ്വഞ്ചറിസം മുതിർന്നാൽ തകർത്ത് കളയുന്നതിനെ പറഞ്ഞേക്കുന്നത്. ആലോചിക്കുക, ഈ ഹിസ്ബുള്ളയുടെ ചീഫ് നസറുള്ള എത്ര പ്രാവശ്യമാണ് ഇസ്രായേലിനെ നശിപ്പിക്കും, ഈ ഭൂലോകത്ത് നിന്ന് മാറ്റുമെന്ന് പറഞ്ഞത്. കാരണം കഴിഞ്ഞ 8-9 മാസം കൊണ്ട് ഇയാൾ ഓരോ മണിക്കൂറും ഇങ്ങനെ പ്രസ്താവന നടത്തുകയായിരുന്നു. ഇസ്രായേലിനെ തകർക്കും, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് മാറ്റും. അതേപോലെ തന്നെ ഇബ്രാഹിം റൈസി, ഇറാനിയൻ പ്രസിഡന്റ്, കൊല്ലപ്പെട്ടയാൾ, എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇസ്രായേലിനെ തുടച്ചു കളയും. ഹമാസും പറഞ്ഞു തുടച്ചു കളയും. ഇപ്പം ആരാണ് തുടച്ചു പോയത്? സ്വയമേ അങ്ങ് തുടച്ചു പോയി. ഇതാണ് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് പറഞ്ഞു. അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ പല യൂട്യൂബ് ചാനൽസിനോടും അവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇതൊരു പ്രൊഫഷണൽ രാജ്യമാണ് ഇസ്രായേൽ. സൂപ്പർ ഹൈ ടെക്നോളജി ഉള്ള വളരെ ഏറ്റവും ഹൈ എൻഡിലുള്ള വാർഹെഡ് വെച്ചാണ് ഇവർ വാറിന് പോകുന്നത്. വെൽ ട്രെയിൻഡ് ആണ് ഇവർ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടാളത്തിൽ 3-4 പേരുകൾക്ക് 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും നിൽക്കുന്നതാണ് ഇസ്രായേലി സോൾജിയേഴ്സ്. അവരുടെ റിസർവ് പട്ടാളക്കാർക്ക് പോലും ഇപ്പം ട്രെയിനിങ് കൊടുക്കാൻ തന്നെ. കാരണം ഏത് സമയത്തും വാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹിസ്ബുള്ളയെ അവർ നശിപ്പിക്കും, പൂർണ്ണമായിട്ടും നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ ലെബനൻ്റെ അകത്ത് കയറിയേ മതിയാവുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ലെബനനെ 2ആക്കിയെടുക്കും. ഇതിനെല്ലാം കാരണമുണ്ടായത് ഹമാസ് എന്ന് പറയുന്ന ഈ പൊട്ടന്മാർ. കേരളത്തിലെ ഹമാസിൻ്റെ ആരാധകരാണ് മുഴുവനും. അതായത് പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർ. അതേപോലെ ഹിസ്ബുള്ളയുടെ ആരാധകർ, ഹൂത്തികളുടെ ആരാധകർ. ഹൂത്തി ആരെയാ ടാർഗറ്റ് ചെയ്യുന്നത്? സുന്നികളെ. എത്രയോ സുന്നികളെ അവർ വെടിവെച്ച് കൊന്നു. പക്ഷേ ഇപ്പോൾ ഹൂത്തികളും ആരാധകരാണ്. കാരണം ഇവരെല്ലാം കാണുന്ന മതത്തിൽ കൂടെയാണ്. അതാണ് നസറുള്ള പറഞ്ഞത്, ഇത് ഹോളി വാറാണ്. അതായത് ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയും ജൂതന്മാർക്കെതിരെയും ചെയ്യുന്ന വാറാണിത്. അതുകൊണ്ട് ഇത് ഡിവൈൻ വാറാണ്. എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണമെന്ന് എത്രയോ പ്രാവശ്യം ഈ നസറുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ മതത്തിൻ്റെ പേരിലാണ് ഇത് അവസാനം എൻഡിലോട്ട് പോകുന്നത്. അതിൻ്റെ പേരിലാണ് ഇവർ ജെറുസലേമിനടുത്ത് നസറേത്ത് സിറ്റി, ജീസസിൻ്റെ സിറ്റിയെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്ക് ചെയ്ത പിക്ചറിൽ യൂറോപ്യൻ രാജ്യങ്ങളും പല ക്രിസ്ത്യൻ രാജ്യമല്ല, ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ടോണങ്ങ് മാറ്റി. ഇതാണ് സംഭവിച്ചത്. പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം, അവിടെയുള്ള അറബ് രാജ്യങ്ങളിൽ, ഇസ്ലാമിക് രാജ്യങ്ങളിലെ പിന്തുണ കിട്ടാൻ വേണ്ടി ഇതേപോലെയുള്ള പരിപാടി ചെയ്യുമ്പോൾ അവിടുത്തെ മറ്റൊരു പ്രബല രാഷ്ട്രമാണ് സൗദി അറേബ്യ, അതേപോലെ തന്നെ UAE, ഈ രാജ്യങ്ങളൊക്കെ നിശബ്ദമായിട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ കാരണമുണ്ട്. അവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയുണ്ട്. ഈ വാറുമായിട്ട് പോയിട്ട് ഹിസ്ബുള്ളയാണെങ്കിലും യമനാണെങ്കിലും ഇറാനാണെങ്കിലും അവസാനം പൂർണ്ണമായിട്ടും തോൽവി ഏറ്റുവാങ്ങും. അവിടെ വീണ്ടും ഇസ്രായേലിൻ്റെ ഡോമിനേഷൻ അറബ് മേഖലയിൽ വല്ലാത്ത രീതിയിൽ കയറി അടിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായ പോയിന്റാണ്. അതിലേക്കാണ് സംഭവം തിരിയുന്നത്. അതായത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കാണാൻ പോകുന്നത് ഇറാനെ കയറി അടിക്കും, ഈ ലെബനൻ 2ആക്കിയെടുക്കും. ഇതാണ് ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ വാറിൻ്റെ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ അവസാന റിസൾട്ട്.